അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് പല നക്ഷത്രക്കാർക്കും വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ട്. വ്യാഴത്തിൻ്റെ ഈ മാറ്റം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെയേറെ പ്രയോജനം ചെയ്യും. അതുകൂടാതെ ദാമ്പത്യ സൗഖ്യം, കുടുംബ സൗഖ്യം, മനസ്സമാധാനം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടും അല്ലാതെയും വിവിധ തലങ്ങളിൽ നിന്നും സാമ്പത്തികം എത്തിച്ചേരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുമല്ലോ, അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഭാര്യയുമായോ അല്ലെങ്കിൽ മക്കളുമായോ വഴക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള സംസാരവും കൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം പോയിരിക്കും, അല്ലേ? പക്ഷേ ഇനി മുതൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് കുറച്ച് നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള വഴക്കോ വീട്ടിലെ മുഷിഞ്ഞ സംസാരം ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല മനസ്സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഈ നാളുകാർക്ക്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്, മനസ്സമാധാനം. ഇത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ അത്രയേറെ വളരെ നല്ല സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. കാരണം വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് പേർക്ക് ഒരു വലിയ യോഗം അവർക്കെത്താൻ പോവുകയാണ്. അതായത് കുബേര യോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. കുറച്ച് നക്ഷത്രക്കാർക്ക് കുബേര യോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ധനവാനാക്കുന്ന യോഗം. അതായത് സാധാരണക്കാരനെ പോലും ധനവാനാക്കാൻ പോകുന്നൊരു യോഗമാണിത്. അത് എല്ലാവർക്കും കിട്ടത്തില്ല, വളരെ കുറച്ച് പേർക്കേ അത് വരുള്ളൂ. വളരെയേറെ സമ്പത്തുണ്ടായിട്ടും അതെല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും താഴേക്കിടയിലേക്ക് പോയിരിക്കുന്ന ഒരാളാണെങ്കിലും കുബേരയോഗമുണ്ടെങ്കിൽ അയാളെ പഴയതുപോലെ വളർത്തി സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിക്കാൻ പറ്റും. വ്യാഴത്തിൻ്റെ ഈ മാറ്റം കൊണ്ട് കിട്ടുന്ന കുബേരയോഗം എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല. വളരെ വിരലെണ്ണാവുന്ന ചിലർക്ക് മാത്രമായിരിക്കും ഈ ഭാഗ്യം കിട്ടുന്നത്. കുബേരയോഗം നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തും അത് നല്ലതായിട്ടേ ഭാവിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന് പറഞ്ഞ പോലെ. 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി കഴിഞ്ഞാൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ഈ യോഗം വന്നു ചേരും. അവർക്ക് പിന്നെ ജീവിതത്തിൽ വെച്ചടി വെച്ച് കയറ്റം മാത്രമായിരിക്കും ഉണ്ടാവുക. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചത് എന്തും നേടിയിരിക്കും. അവർ തൊട്ടതെല്ലാം പൊന്നാവും. അവർ എന്താ മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. അത്രയേറെ സൗഭാഗ്യമാണ് അവർക്കിനി വരാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 15-ാം തീയതിക്ക് ശേഷം ഈ ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് കുബേരയോഗം എന്നുള്ളത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വലഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി മഹാഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം, ഭഗവാനെ, എന്തിനാണിങ്ങനൊരു ജന്മം, എന്തിനാണിങ്ങനെ ജീവിക്കുന്നത്? കഷ്ടപ്പാടുകൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും അത്രയേറെ ഇവർ വലഞ്ഞിരുന്നു. അവർക്കിനി മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്. പണ്ട് നിങ്ങളെ കണ്ട് കടം ചോദിക്കുമെന്ന് പേടിച്ച് ഓടി ഒളിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്കിനി തല ഉയർത്തി നടക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങിക്കാം, വീട് മൂടി പിടിപ്പിക്കും, കുടുംബമൊത്ത് ഒത്തിരി യാത്രകൾ, അതായത് ഉല്ലാസയാത്രകൾ ചെയ്യും. അതിസമ്പന്നതയിലേക്കായിരിക്കും ഇനി ഇവരുടെ ജീവിതം. ഇത് ഫെബ്രുവരി 15 കഴിഞ്ഞ് 16-ാം തീയതി മുതൽ കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്ന് ആ യോഗത്തിൻ്റെ പൂർത്തീകരണ ഭാവത്തിലെത്താൻ പറ്റും. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. തീർച്ചയായും വലിയ ഉയർച്ച തന്നെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ഈ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല അർപ്പിക്കുക, വെണ്ണ നിവേദ്യം ചെയ്യുക,
നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും ഉണ്ടാകും. കുബേരയോഗം ലഭിക്കുന്ന അടുത്ത രാശിക്കാർ കർക്കിടക രാശിക്കാരാണ്. കർക്കിടക രാശിയിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത്. കർക്കിടകൻ രാശിക്കാർക്കും അതിസമ്പന്നയിലേക്കാണ് ഇനി കുതിക്കാൻ പോകുന്നത്. ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി വളരെയേറെ ഉയർച്ചയാണ് ഇനി വരാൻ പോകുന്നത്. അതായത് വർഷങ്ങളായിട്ട് പ്രൊമോഷന് വേണ്ടി കാത്തിരുന്നിട്ടും ലഭിക്കാതിരിക്കുന്നവർക്ക് ഈ ഫെബ്രുവരി 15-ാം തീയതി കഴിയുമ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ പ്രൊമോഷനും ജോലിയിലെ ഉയർച്ചയും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ തന്നെ അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഈ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. കർക്കിടകൻ രാശിക്കാരുടെ കുടുംബത്തിലെ തൊഴിൽ മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ ഉയർച്ച ഉണ്ടാകും. ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. അങ്ങനെ നടത്തുന്ന വേളയിൽ ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിനുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും. ബ്രാഹ്മണന്മാർക്ക് വസ്ത്രദാനവും ശിവക്ഷേത്രങ്ങളിൽ പുറകു വിളക്കും നടത്തുക. നിങ്ങൾക്കിനി ഉയർച്ചയുടെ നാളുകളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഇനിയും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും വരാൻ പോകുന്നത്. അതായത് നല്ല മനസ്സമാധാനം ലഭിക്കും. സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങൾ ഉന്നതിയിലേക്ക് പോകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളുണ്ടാകും. എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. 11-ാം ഭാവത്തിലാണ് കുബേരയോഗത്തിൻ്റെ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവത്തിൽ വരുന്നത്. കുബേരയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ള അടുത്ത രാശിക്കാർ കന്നിരാശിക്കാരാണ്. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് കുബേരയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ളത്. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും സമ്പന്നതയുടെ വലിയൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വർഷങ്ങളായി കിട്ടാതിരുന്ന വൻ തുകകൾ ഈ സമയത്ത് ഇവർക്ക് ലഭിച്ചിരിക്കും. ബാങ്കുകളിൽ ലോണിന് അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ കിട്ടിയില്ല എങ്കിൽ ഈ ഫെബ്രുവരി 15-ന് ശേഷം അത് കിട്ടിയിരിക്കും. പൂർവിക സ്വത്ത് നിങ്ങളെ തേടി ഈ സമയത്ത് വന്നിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല ഈ രാശിയിലെ നാളുകാർക്ക് ഈ സമയത്ത് ലഭിക്കുക. വളരെയേറെ പ്രശസ്തിയിലേക്ക് ഈ നക്ഷത്രക്കാർ എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിലും കലാപരമായ മേഖലയിലും ഇവർക്ക്, അതായത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്ത് വളരെയേറെ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. സിനിമ, സീരിയൽ, നാടകം, നൃത്തം, ചിത്രരചന മേഖല, അതേപോലുള്ള കലാപരമായിട്ടുള്ള മേഖലയിലുള്ള കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ് ഇനി വരുന്നത്. വർഷങ്ങളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല പ്രൊജക്റ്റുകളും ഈ സമയത്ത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ വലിയ ഉയർച്ചയിലേക്കും പ്രശസ്തിയിലേക്കും എത്തുന്നതായിരിക്കും. എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് ഇവർക്ക് ഇനി വരുന്നത്. ദീർഘദൂര രാത്രികാല യാത്രകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ നാളുകാർ വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിന്തിക്കാതെ തന്നെ പല കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ചാരും. യാതൊരു കാരണവശാലും പണം കൊടുക്കാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ആരോഗ്യപരമായി വളരെ നല്ല സമയമായിരിക്കും ഇവർക്ക് ഇനി വരുന്നത്. വളരെ നാളായി ഉണ്ടായിരുന്ന പല ഉദര രോഗങ്ങളും ഇവർക്ക് ഈ സമയത്ത് പരിപൂർണമായി മാറാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, എള്ളുകഴിയും കത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും മാറിക്കിട്ടിയിരിക്കും. വളരെയേറെ നല്ല സമയമാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഫെബ്രുവരി 15-ന് ശേഷം ഉണ്ടാവുക. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ വീട് പണി ഈ സമയത്ത് പൂർത്തീകരിക്കും.
വിവാഹം കഴിക്കാത്തവർക്ക് വളരെ നല്ല ബന്ധങ്ങൾ ഈ സമയത്ത് കിട്ടിയിരിക്കും. വിവാഹം നോക്കി നടക്കുന്നവർക്കൊക്കെ നല്ല ബന്ധങ്ങൾ കിട്ടിയിരിക്കും. ഈ ആരെങ്കിലും പ്രണയം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം തന്നെ നടന്നിരിക്കും. അത്രയേറെ വളരെ നല്ല സമയമാണ് ഈ നാളുകാർക്ക് ഈ ഫെബ്രുവരി 15 കഴിയുമ്പോൾ വരിക. എല്ലാവർക്കും നല്ലത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാലും എല്ലാവരും നല്ല പ്രാർത്ഥനകളോടുകൂടി നല്ല ക്ഷേത്ര ദർശനവും എല്ലാ ക്ഷേത്രങ്ങളിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സമയം കിട്ടുമ്പോൾ പോവുക, മാക്സിമം പ്രാർത്ഥിക്കുക. ദൈവാധീനം നല്ല പോലെ വരട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ നല്ല രീതിയിൽ നല്ല ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.